ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവലും നേന്ത്രപ്പഴവും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. 5 മിനിറ്റ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം, അതുവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പഴമൊക്കെ ഒന്ന് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും പഴം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുറച്ചുകൂടി ഒന്ന് ഉടഞ്ഞു കിട്ടും. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങയും പഴമൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തേങ്ങയും പഴവും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിയാണ്. ഞാനൊരു 3 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി പഴവുമായിട്ടൊക്കെ നന്നായിട്ട് ചേർന്ന് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ അവലാണ് എടുത്തിട്ടുള്ളത്, കട്ടിയായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം മാറ്റി എടുത്തിട്ടുള്ള അവലാണ്. ഇനി നല്ല തിന്നായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ അവലും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവലും പഴവും ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം. ആ ഒരു പരുവത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം പഴവും അവലും ശർക്കരയും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊരല്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ അവൽ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ എള്ളു കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ച് എടുക്കാം. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള അവൽ കുറേശ്ശെയായിട്ട് എടുത്ത് ലഡുവിൻ്റെ സൈസിലൊന്ന് ഉരുളയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അവലും ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റാനായിട്ടൊന്ന് വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളകളെല്ലാം വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള അവല് കൊണ്ടുള്ള പലഹാരം റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.